നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. നമ്മളെപ്പോഴും കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെയല്ല, നമ്മളൊന്ന് ഒരു പ്രാവശ്യം ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഞാനൊരു 3 പേരക്ക ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ മിക്സിക്കകത്ത് അടിക്കാനായ കൊണ്ട് ഒന്ന് കട്ട് ചെയ്തതാണ്. അതിന് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളമുള്ള ജ്യൂസാണ് എടുക്കുന്നത്. 2 വലിയ സ്പൂണ് പഞ്ചസാര വേണം. ഇത് പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ചെറിയ സ്പൂണ് പെരിഞ്ജീരകം നമുക്കിടാം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ചെറിയ സ്പൂൺ ഉപ്പും ഇട്ട് ഇത് നമുക്ക് ആദ്യം മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കാം. കട്ട് ചെയ്ത പേരക്ക ഇതിനകത്തോട്ട് ഇടാം മിക്സിയിൽ. രണ്ട് വലിയ സ്പൂണ് പഞ്ചസാര ഇടാം. പിന്നെ മധുരം വേണ്ടിയവർ അതനുസരിച്ച് ചേർത്താൽ മതി. ഒരു സ്പൂണ്, ചെറിയ സ്പൂണ് നിറച്ച് നമ്മൾ ഇത് പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത് അത് ചേർക്കാം. ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടിയും ചേർക്കാം. ഇത് നമ്മൾ ആദ്യം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിക്കകത്ത് ഒന്ന് അടിക്കാം. പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കാം. പേരയ്ക്ക നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അരച്ച. 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിനകത്തൊന്ന് ചേർക്കാം. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ കുരുവൊക്കെ ഒന്ന് പേരയ്ക്കയുടെ മാറിക്കിട്ടും. നമുക്ക് നല്ലൊരു വലിയ അകലമുള്ള അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കാം. നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മുടെ പേരയ്ക്കയുടെ ആഡ് ചെയ്യാതെ കിടക്കുന്നതൊക്കെ അതൊക്കെ ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മാറിക്കുള്ളൂ. ഈ കുരുവെല്ലാം ഇങ്ങനെ നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പേരയ്ക്കയുടെ ജ്യൂസ് നല്ല റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഇത് മാറ്റാം. ഇനി നമ്മുടെ പേരയ്ക്കയുടെ ജ്യൂസ് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പേരയ്ക്കൊക്കെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന സാധനമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.